ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. നമ്മളിപ്പോൾ ഗോവൻ സീരീസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ പാർട്ട് 3യുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവർ ആദ്യം അതൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഞാൻ 1ന്റെയും 2ന്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 2ന്റെ എൻഡിൽ നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് നല്ല ടയർഡായിട്ടാണ് റൂമിലോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 3 ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ലേറ്റ് ആയിട്ടാണ്. മണി ഓൾറെഡി 11 മണി ആയി കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല. അങ്ങനെ കാണിക്കാനും വേണ്ടി വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെളിയിൽ പോയാണ് കഴിച്ചത്. ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോവുകയാണ്. അവിടെ ഡോൾഫിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. ആ ഡോൾഫിൻ പോയിന്റിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം 11:30 മണിയായി കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോൾഫിൻ പോയിന്റ് ഉണ്ട്. കണ്ടോളിം ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ഒരു ഡോൾഫിൻ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കയറി നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ കുറേ ഇങ്ങനെ ലോക്കൽ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ബോട്ടിൽ പോകണോ വേണ്ടേ എന്നുള്ളത്. ബോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ബോട്ടാണ്. എന്തായാലും അവസാനം ഞങ്ങളെല്ലാവരും തീരുമാനിച്ച് എന്താണെന്നുണ്ടെങ്കിലും ബോട്ടിൽ കയറി ഡോൾഫിനെ ഒന്ന് കാണാം എന്നുള്ളതാണ്. ഡോൾഫിനെ കാണുക എന്നുള്ളത് ഒരു ലക്ക് മാത്രമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ. ഇവിടെ ഗോവയിലെ ഏത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ നിറയെ ഈ ബീച്ച് സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സും അതുപോലെയുള്ള ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ബീച്ച് സൈഡിൽ വന്ന് നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ ബോട്ട്സ് കിടപ്പുണ്ട്. ഇതിൽ ഏതോ ഒരു ബോട്ടിലാണ് നമ്മളെ അങ്ങോട്ട് ഡോൾഫിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ശ്രീജിത്ത് സാറും രോഹിത്തും കൂടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയേക്കാണ്. ആ സമയം കൊണ്ട് ഇവിടെ ലേഡീസ് എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ശ്വേതയും നേഹയും ദേ ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കൊടയുടെ കീഴിൽ കയറി നിൽക്കുന്നുണ്ടോ. ദേ വരുന്നുണ്ട് ശ്രീജിത്ത് സാറും രോഹിത്തും ദേ വരുന്നുണ്ട് അങ്ങനെ ടിക്കറ്റും ഒക്കെ ആയിട്ട്. അപ്പം ഇനി നമുക്ക് ഈ ബോട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് അങ്ങനെ ഡോൾഫിനെ കാണാൻ പോവാം. നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം, ഡോൾഫിൻസിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കളയാം. ഏകദേശം 15 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ബോട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനിവർ 1.5 മണിക്കൂറിന് 6000 രൂപയാണ് ചാർജ് ചെയ്തേക്കുന്നത്. കടലിൽ കൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അറേബ്യൻ സീയും അതുപോലെ മണ്ടോവി റിവറും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് അഗോഡ ഫോർട്ട്, അതുപോലെ ഗോവയിലെ പ്രിസൺ. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കാണാൻ സാധിക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഡോൾഫിനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ വരാം. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിരിക്കാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡോൾഫിൻസ് ഇങ്ങനെ പൊങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ക്യാമറയിൽ എനിക്കിതിനെ എത്രത്തോളം പകർത്താൻ സാധിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാനൊന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡോൾഫിൻസിനെ നമുക്ക് കാണാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗമാണ്, അഗോഡ ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ അങ്ങ് ദൂരെ കാണുന്നത് ഗോവയിലെ പ്രിസണാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ ഇത് കണക്ക് ബോട്ട് എടുത്തിട്ട് ഡോൾഫിനെ കാണാനായിട്ട് വരുന്നുണ്ട്. നല്ല ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിലുമാണ്. അപ്പം നമുക്കിനി കുറച്ച് നേരമേ നല്ല സൂക്ഷിച്ച് നോക്കി ഡോൾഫിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഇതാ, ഡോൾഫിൻസിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്യാമറയിലോട്ടൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. ഇവന്മാർ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നു, അതേപോലെ അങ്ങ് താന്നു പോവുകയാണ്. ഞാൻ വിചാരിച്ചത് ഇത് കുറച്ച് എയറിലോട്ടൊക്കെ പൊങ്ങി വന്നിട്ട് ഇറങ്ങുമെന്നാണ്. പക്ഷേ ഈ ഡോൾഫിൻസ് അങ്ങനെ അല്ല. ഇവന്മാരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊങ്ങി വന്നങ്ങ് താന്നു പോവുകയാണ്. ഇവിടെ നിറയെ ഡോൾഫിൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എനിക്കത് ക്യാമറയിലോട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ബോട്ട് കയറിപ്പോയത് കണ്ടോ. ഇവിടെ ഇങ്ങനെ നിറയെ ബോട്ട്സ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. സീ കുറച്ച് റഫായതുകൊണ്ട് തന്നെ ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഇപ്പം. പക്ഷേ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ വേവ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്തോരം ബോട്ടുകളാണ് പോകുന്നതെന്നുണ്ട്. എല്ലാവരും ഈ ഡോൾഫിൻസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്.
ജിമ്മി ഗസ്താർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് മെർച്ചന്റിന്റെ വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാലസ് പോലെ ഇരിക്കും. ജിമ്മീസ് പാലസ് എന്നാണ് ഇതിന് പേര് വിട്ടേക്കുന്നത്. ഇത് ഏകദേശം 5 ഏക്കറിൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബംഗ്ലാവാണിത്. ഇതിന് 100 കോടി വില മതിക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ജിമ്മി ഗസ്താർ മരണപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ ഇത് GVK ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചേക്കുന്നത് കേട്ടോ. ഗോവയിലെ സെൻട്രൽ ജയിൽ കോംപ്ലക്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1612 പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ഇതിപ്പോൾ ശരിക്കും ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് അഗോഡ ഫോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സെൻട്രൽ ജയിലും കാണപ്പെടുന്നത്. നിങ്ങൾ ബൈ റോഡാണ് വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ അഗോഡ ഫോർട്ടും അതുപോലെ ഈ സെൻട്രൽ ജയിലും ഒക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് അഗോഡ ഫോർട്ട്. ഇതും ശരിക്കും പറഞ്ഞാൽ 1612 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ്. ഇത് മണ്ടോവി റിവറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിലോട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലൈറ്റ് ഹൗസ് കാണാം. ഒരെണ്ണം പഴയ ലൈറ്റ് ഹൗസ് ആണ്. അത് 1864 പണി കഴിപ്പിച്ചേക്കുന്നതാണ്. അതിനുശേഷം പിന്നെ 1976 വീണ്ടും ഒരു പുതിയ ഒരു ലൈറ്റ് ഹൗസ് കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഫോർട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്രഷ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അത് ഏഷ്യയിലെ തന്നെ ഫ്രഷ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും വലിയ സ്റ്റോറേജ് സിസ്റ്റം ആയിട്ടാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് കപ്പലുകൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്രഷ് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്റ്റോറേജ് സിസ്റ്റം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ അങ്ങനെ മടങ്ങിയെത്തുകയാണ്. നമ്മൾ കുറേ ഡോൾഫിൻസിനെയൊക്കെ കണ്ട് അതുപോലെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ബോട്ടിങ്ങിൽ കാണാൻ സാധിച്ചു. നല്ല എൻജോയ് ചെയ്തു. ഉച്ച സമയമായിരുന്നു, നല്ല ചൂടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇവിടെ ഈ ബോട്ട്സ് എല്ലാം ഇങ്ങനെ ആങ്കർ ചെയ്തേക്കുന്നുണ്ടോ, ഇവരിങ്ങനെ ഷോറിലല്ല, ഇവിടെയാണ് ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ബോട്ടെല്ലാം ഇങ്ങനെ ആങ്കർ ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നു വരണം. അത് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയതിന് ശേഷമേ ഞങ്ങളിങ്ങനെ ഈ ബീച്ച് സൈഡിലുള്ള ഈ ചെറിയ ഷോപ്സിലൊക്കെ കയറി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് വേണം സാധനങ്ങൾ വാങ്ങാനായിട്ട്. അവർ നല്ല രീതിയിൽ പ്രൈസ് കൂട്ടിയാണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വേണം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. ബാർദേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫാറ്റ് ഫിഷ് അങ്ങനെ പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയേക്കുന്നത്. സീ ഫുഡിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഗോവൻ അതുപോലെ പോർച്ചുഗീസ് കുസീൻസ് കമ്പൈൻ ചെയ്താണ് ഇവരുടെ ഡിഷസ് ഒക്കെ ചെയ്ത് തരുന്നത്. സമയം ഏകദേശം 2:30 മണി കഴിഞ്ഞു. പക്ഷേ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് 2 സ്ഥലത്തായിട്ട് 2 ടേബിളിലാണ് അവർ സെറ്റ് ചെയ്ത് തന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ അപ്പുറത്തെ സൈഡിലും ഞങ്ങളിങ്ങനെ ഈ സൈഡിലുമായിട്ട് ഇരുന്നു. ഫുഡിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പല ടൈപ്പ് ഇവിടുത്തെ മെനു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകളിപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കൊള്ളാവുന്ന തോന്നിയ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ മിക്സ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫിഷിൻ്റെ ഐറ്റംസ്, ചിക്കൻ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പം ഒരു ഗോവൻ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗോവൻ ഡ്രിങ്ക് കഴിക്കാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാ ആൾക്കാരും ഓരോ ഗോവൻ ഡ്രിങ്കും കൂടെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചിയേഴ്സ് പറഞ്ഞ് ഇങ്ങനെ ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഓരോ ഡിഷസായിട്ട് വന്നു തുടങ്ങി. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ് കേട്ടോ. അപ്പം എല്ലാ ഡിഷസും ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ചില ഡിഷസൊക്കെ വരുന്നതും തീരുന്നതും ഒക്കെ ഒന്നിച്ചായിരുന്നു. അപ്പം ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസാണ്. പിന്നെ ഇവിടെ ശ്വേതയ്ക്കും ശിഖയ്ക്കും ഓരോ മോക്ടെയിൽസ് വാങ്ങിച്ചു കൊടുത്തു. ചൂട് സമയമായതുകൊണ്ട് തന്നെ അവരും ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഐസൊക്കെ ഇട്ട മോക്ടെയിലാണ് അവരും കഴിച്ചത്. അപ്പം പല തരത്തിലുള്ള ഡിഷസ് ഇവരിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ് ചെയ്തു തന്നത്. മെയിൻ കോഴ്സ് അതുപോലെ തന്നെ എല്ലാം വെറൈറ്റിയാണ്. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ടൈം എടുത്തിരുന്ന് ഇവിടെ ഇരുന്ന് പതിയെയാണ് ലഞ്ചൊക്കെ കഴിച്ച് കുറേ സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ വെളിയിൽ ഇവിടെ ഒരു ചെറിയൊരു പവലിയൻ ഉണ്ട്. അത് അവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസും ഒക്കെ ക്ലിക്ക് ചെയ്തു, കുറേ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഫാറ്റ് ഫിഷിൽ നിന്ന് ഇറങ്ങിയത്. ശരിക്കും നല്ല രീതിയിൽ ഞങ്ങളത് എൻജോയ് ചെയ്തു.
ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് വെയിലൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബാഗ ബീച്ചിലോട്ട് വന്നത്. ഈ ബാഗ ബീച്ചിലോട്ട് വരുമ്പോഴും ഈ ബീച്ച് സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഷോപ്സാണ്, നിറയെ സാധനങ്ങൾ ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ കംപ്ലീറ്റ് ഷാക്സുമാണ്. ഇവിടെയും എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ കലാംകുട്ട് ബീച്ച്, അവിടുത്തെ പോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പനിങ് ബീച്ച് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സൺസെറ്റ് വളരെ രസകരമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. പറ്റുമെങ്കിൽ നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങണം. നല്ല ക്രൗഡുണ്ട്, ഭയങ്കരമായ ക്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടോ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇങ്ങനെ ഷാക്സ് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ ലൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും സൺസെറ്റും കണ്ട് അതുപോലെ ബീച്ചിലും ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ തൽക്കാലം സുധീർ ഏട്ടൻ്റെ മോൾ രശ്മി ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ രശ്മിയെ എല്ലാ ആൾക്കാരും ബാഗും ബിലോങ്ങിങ്സും എല്ലാം ഏൽപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലോട്ട് നീങ്ങുന്നത്. ഞാൻ എന്തായാലും തൽക്കാലം സൺസെറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബീച്ചിലോട്ട് പോകുന്നുള്ളൂ. ഇവിടെ കണ്ടോ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പാരാസെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ ആൾക്കാർ. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എല്ലാം റേറ്റ്സും ഇവിടെ ബീച്ച് സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം സൺസെറ്റ് ഇങ്ങനെ ആയി വരികയാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം ബീച്ചിലേക്ക് ചാടിക്കഴിഞ്ഞു. അവരെല്ലാം നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് കണ്ടോ ലൈഫ് സേവർ എന്നും പറഞ്ഞിട്ട് ഒരു ജീപ്പ് വരുന്നുണ്ടോ. അപ്പോൾ അവർ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ ഭയങ്കര രീതിയിൽ അവർ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഉൾക്കടലിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ റെസ്ട്രിക്റ്റും ചെയ്യുന്നുണ്ട്. ബീച്ചിലങ്ങ് നിറയെ ആൾക്കാരാണ്. ഫാമിലീസായിട്ട് വരുന്ന ആൾക്കാരും ബാച്ചിലേഴ്സായിട്ട് വരുന്ന ആൾക്കാരും. അവർ പല ആൾക്കാർ പല ആക്ടിവിറ്റീസാണ്. അതേ സ്പീഡ് ബോട്ടിൽ കയറി വരുന്നുണ്ട്, അങ്ങനെ വാട്ടർ സ്കീയിങ്, അങ്ങനെ പല ആക്ടിവിറ്റീസാണ്. ഈ ബീച്ച് കംപ്ലീറ്റ് ഒരു സെലിബ്രേഷനാണ്. ഫുൾ ലൈവായിട്ട് നിൽക്കുകയാണ്. എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കിയേ. ശരിക്കും ആൾക്കാർ വളരെ നല്ല രീതിയിലാണ് ഇവിടെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്യുന്നത്. സൺസെറ്റ് എത്ര കണ്ടാലും എനിക്ക് മതി വരത്തില്ല. ആ സമയത്ത് ശരിക്കും ആകാശത്തുണ്ടാകുന്ന ആ ഒരു കളർ ചേഞ്ചും അതുപോലെ സൂര്യൻ്റെ ആ ഒരു ഗ്ലോ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ അസ്തമയ സമയം എന്ന് പറയുന്നത് അല്ലേ. നോക്കി അതിൻ്റെ കളർ കണ്ടോ, എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളറാണെന്ന് നോക്കി. അതിങ്ങനെ ആ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ ഡിമ്മായി അതിങ്ങനെ മേഘത്തിൻ്റെ പുറകിലോട്ട് അങ്ങ് പോവുകയാണ്. ശരിക്കും ഭയങ്കര ഭംഗിയാണ് ഈ സൺസെറ്റ് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ സൺസെറ്റൊക്കെ കഴിഞ്ഞാലും ഭയങ്കര രീതിയിൽ എൻജോയ്മെൻറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഈ സൺസെറ്റ് കഴിഞ്ഞാൽ ഉടനെ കരയ്ക്ക് കയറുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് ഗാർഡ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരാരെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അസ്തമയമൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയിട്ടുണ്ടെങ്കിലും ബീച്ചിലിങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തിരയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് വെള്ളത്തിന് തണുപ്പുമില്ല. അപ്പോൾ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഈ വെള്ളത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ശരിക്കും വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചൂടൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഒരു ദിവസത്തെ ആ ഒരു ക്ഷീണം മുഴുവനും അങ്ങ് മാറുകയാണ് ഈ ബീച്ചിൽ നിന്നപ്പോഴത്തേക്ക്. നോർമലി ഷിഗ അങ്ങനെ ബീച്ചിലൊന്നും ഇറങ്ങുന്നതല്ല, പക്ഷേ ഷിഗയും എല്ലാ ആൾക്കാരും ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ജേബി അവിടെ വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി കുറച്ച് നേരം ഈ ബീച്ചിലെ കാഴ്ചകളൊന്ന് കാണാം. ഈ ബീച്ച് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ്. നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് വരുമെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും എല്ലാം മറന്നിട്ട് ടോട്ടലായിട്ട് എൻജോയ് ചെയ്യും. ആ തിര ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീൽ അതാണ്. നമ്മളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ദേ ഒരാൾ അവിടെ വലയെറിയുന്നത് കണ്ടോ. അവിടെ വലയെറിഞ്ഞ് മീൻ പിടിക്കുകയാണ്. അങ്ങനെ അവസാനം ക്യാമറ ഞാൻ ഷിഗയ്ക്ക് കൈമാറിയിട്ട് ഞാനും കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു. നല്ല സുഖമുണ്ട് കേട്ടോ. ശരിക്കും നല്ല പറഞ്ഞതുപോലെ നല്ല സുഖമാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈ വൈകുന്നേരം ആ ചൂടൊക്കെ അങ്ങ് താന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ഒരുപാട് സമയം അങ്ങനെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാം ഇങ്ങനെ കരയ്ക്ക് കയറി. അപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഷാക്കുകളെല്ലാം കംപ്ലീറ്റ് ഇല്യൂമിനേറ്റഡ് ആയി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കലാംകുട്ട് ബീച്ചിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഭയങ്കര ലൈവ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേഞ്ചിങ് റൂം ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അവിടെ പെയ്ഡ് ചേഞ്ചിങ് റൂമാണ്. പക്ഷേ എന്നെ അത് വളരെയധികം നിരാശപ്പെടുത്തി കളഞ്ഞു. കാര്യം ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാം ഇവിടെ ഗോവയിൽ ചെയ്തു വെച്ചിട്ട് ഇവരുടെ ചേഞ്ചിങ് റൂം ശരിക്കും പറഞ്ഞാൽ ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. ലേഡീസിൻ്റെ റൂം പിന്നെയും കുറച്ചും കൂടെ കുഴപ്പമില്ലായിരുന്നെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ ജെൻസിൻ്റെ ആ ഒരു ക്ലീനിങ് റൂം കംപ്ലീറ്റ് അലമ്പാക്കിയിട്ടേക്കുമായിരുന്നു. വരുന്ന ടൂറിസ്റ്റുകളും ഒരു പരിധി വരെ അത് നാശമാക്കുന്നുണ്ട്. പിന്നെ അവിടെ ക്ലീനിങ് അത്ര പ്രോപ്പറല്ല.
ഇവിടെ ഷാക്കുകളിൽ ഇങ്ങനെ DJ ഒക്കെ ഇട്ടിട്ട് യങ്സ്റ്റേഴ്സ് ശരിക്കും ഇവിടെ പൊളിക്കുകയാണ്. ഇവിടെ ഫാമിലീസും അതുപോലെ യങ്സ്റ്റേഴ്സും അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാ ആൾക്കാരും നല്ല രീതിയിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത്. അവർ ആ ഒരു എല്ലാ ടെൻഷനും മറന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഗോവ. അപ്പോൾ ബാഗ ബീച്ചിൽ നല്ലൊരു സായാഹ്നം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ഒന്നും കൂടെ റൂമിൽ പോയി ഫ്രഷായതിന് ശേഷം എല്ലാ ആൾക്കാരും അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് ഡിന്നർ കഴിക്കാനായിട്ട് ഇന്ന് പോകുന്നത്. അപ്പം ഞാനും ഫാമിലി അതുപോലെ JBയും ഫാമിലിയും ഉണ്ട്. ഞങ്ങൾ കണ്ടോളിം ബീച്ചിലോട്ടാണ് ഞങ്ങൾ വന്നത്. കണ്ടോളിം ബീച്ച് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. കണ്ടോ, നമ്മൾ ഇതുവരെ ഗോവയിൽ കണ്ടതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഇവിടെയും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ക്വയറ്റാണ്. നിറയെ ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു ബീച്ചാണിത് കണ്ടോളിം ബീച്ച്. വളരെ സൈലൻ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെയും ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് അവർ ഫുഡൊക്കെ നമുക്ക് തരുന്നത്. ഞങ്ങൾ പക്ഷേ ഇവിടെ നിന്നല്ല ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബീച്ചിലോട്ട് വരുന്ന വഴി തന്നെ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും ബീച്ചിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബീച്ചിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നിന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കാണുന്ന ഇൻഫെർണോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പം ഇത് ക്ലോസ് ചെയ്യാറായതുകൊണ്ട് തന്നെ ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെയും നമുക്ക് ലഭിച്ചത്. ഈ ഗോവയിൽ എവിടെ ചെന്നാലും നല്ല സൂപ്പർ ഡിഷസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് കുക്ക് ചെയ്ത് വരുന്നത്. ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല അറേഞ്ച്മെൻ്റാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു ബാർ കൗണ്ടറൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടാണ് ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ലിക്കറിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ഈ ഫെസിലിറ്റീസ് എല്ലാം നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഞാനും JBയും ഒരു കോക്ടെയിൽ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഗോവൻ കാഴ്ചകൾ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ഇന്നും എൻജോയ് ചെയ്തു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. അതിൻ്റെ കാരണം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിഭയങ്കരമായ ചൂടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ രാവിലെ ഡോൾഫിൻ പോയിന്റിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടേക്ക് വന്ന് കറങ്ങിയതിന് ശേഷം ലഞ്ചും ഒക്കെ കഴിച്ചിട്ട് റൂമിൽ വന്ന് വൈകുന്നേരം സൺസെറ്റ് ടൈമിനാണ് നമ്മൾ പിന്നെ ബാഗ ബീച്ചിലോട്ട് പോയത്. അത് ശരിക്കും ഒരു അടിപൊളി ബീച്ച് തന്നെയാണ് ബാഗ ബീച്ച്. ഭയങ്കര തിരക്കാണ്, പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തു. സൺസെറ്റും ഒക്കെ കണ്ട് കുറേ നേരം ബീച്ചിലും ഒക്കെ സ്പെൻഡ് ചെയ്തു. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഗോവൻ കാഴ്ചകൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു പാർട്ടും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗോവൻ സീരീസിൻ്റെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിലെ കാഴ്ചകളും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.